ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. നമ്മൾ പട്ടുപോകേണ്ട പല സാഹചര്യങ്ങളും കടന്നു വന്നപ്പോഴും അതിലൊന്നും നമ്മൾ വീണു പോകാതെ, നമ്മൾ പട്ടുപോകാതെ, നമ്മളെ ഈ ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവ് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം, ഇന്ന് കർത്താവ് നമ്മളോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിൻ്റെ വചനം നമ്മളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഇരമ്യാവിൻ്റെ പുസ്തകം 33:3, ജെറമ്യ 33:3. അവിടെ ഇങ്ങനെ പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കാം. കർത്താവ് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കാം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ. ചില ജീവിത സാഹചര്യങ്ങളുടെ മുന്നിൽ വല്ലാത്ത പ്രതിസന്ധി നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ ആരെ വിളിക്കണ്ടേ നമുക്ക് ചിലപ്പം അറിയത്തില്ല. എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങോട്ടാണ് വെക്കണ്ടേ, ഇതിൻ്റെ മുകളിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പതറിപ്പോകുന്നൊരനുഭവം, പകച്ചു നിൽക്കുന്നൊരനുഭവം. എനിക്ക് മുന്നോട്ട് ഏത് സ്റ്റെപ്പ് വയ്ക്കണമെന്ന് അറിയില്ല. മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ, ആരെങ്കിലും വിളിക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മളിങ്ങനെ ബ്ലാങ്കായി പോകുന്നൊരവസ്ഥ വരുന്ന ഒരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് പറയാം, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ആരും ഉത്തരം നൽകാനില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം നൽകുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയാണ്. നമ്മളോട് പറയാം, ഞാൻ നിനക്ക് ഉത്തരവല്ല, നീ ഒന്ന് വിളിച്ചപേക്ഷിക്കുക. ഒരു സാഹചര്യം ജീവിതത്തിൽ അങ്ങനെ കടന്നു വരുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എനിക്ക് ആരും ഉത്തരം നൽകും ദൈവമേ, ആരെന്നെ സഹായിക്കും ദൈവമേ എന്ന് പറഞ്ഞ് പകച്ചു നിൽക്കുന്ന ആ മണ്ഡലത്തിൽ മനുഷ്യരിൽ ആരിലും സഹായം തേടാതെ ദൈവത്തെ നോക്കിയിരിക്കുന്ന ആ സമയത്ത് കർത്താവ് പറയുവാണ്, എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരമരുളും. അതുമാത്രമല്ല, നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അപ്പം നമ്മൾക്ക് മനസ്സിലാകാത്ത, നമ്മൾക്ക് അറിയില്ലാത്ത മഹത്തായ ചില കാര്യങ്ങൾ കർത്താവ് നമ്മളെ അറിയിക്കും. ചില അഗോചരമായ ആഴത്തിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത, ഇതിങ്ങനെ സംഭവിച്ചാൽ എന്തായിത്തീരുമെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത, അങ്ങനെയുള്ള നമ്മുടെ ബുദ്ധിക്കെത്താത്ത ചില കാര്യങ്ങൾ, മഹത്തമായ ചില കാര്യങ്ങൾ നമ്മളെ അറിയിച്ച് നമ്മെ ദൈവം വഴി നടത്തുമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ പ്രത്യേക സാഹചര്യം നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് നമുക്ക് മഹത്വവും അഗോചരവുമായ ഉത്തരമരുളുമെന്ന് ഇവിടെ പറയുന്നു. അപ്പം നമ്മുടെ ജീവിത സാഹചര്യം എന്താ പറയുക, ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തെ പകച്ചു നിൽക്കുന്ന അവസ്ഥയിൽ, മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയിൽ ദൈവസന്നിധിയിലേക്ക് മുഖം ഉയർത്തി കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. കർത്താവ് നമുക്ക് ഉത്തരമരുളും. കാരണം കർത്താവ് നമുക്ക് പ്രോമിസ് തന്നിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ വചനം നമ്മൾ ഏറ്റു പറഞ്ഞിട്ട്, കർത്താവെ അങ്ങയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. കർത്താവ് ഈ പ്രത്യേക സാഹചര്യത്തെ എനിക്ക് മുന്നോട്ട് എന്താണെന്ന് അറിയില്ല, ആരെ വിളിച്ചപേക്ഷിക്കണം എന്നറിയാത്ത ഈ അവസരത്തെ അങ്ങേ ഞാൻ വിളിച്ചപേക്ഷിക്കും ദൈവമേ, എനിക്ക് ഉത്തരം അരുളണമേ. കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഉത്തരം അരുളും. വളരെ മഹത്തമായിട്ട് അഗോചരമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളെ അറിയിച്ച് നമ്മെ ബലപ്പെടുത്തി കർത്താവ് നിർത്തും. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.